നീ പിങ്കി മോളെ, നീ എന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഒന്ന് വേഗം പറ. എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അങ്ങനെയാണെങ്കിലേ നീ പോട്. ഞാനേ ഇവരോട് പറഞ്ഞോളാം, നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. അതല്ലടി നമ്മൾ ഉദ്ദേശിച്ചത്. നീ ഒന്ന് വേഗം കാര്യം പറ എന്നാണ്. ഞാനൊക്കെ പറയാം, നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ. ശരി, നമ്മൾ തിരക്ക് കൂട്ടുന്നില്ല. എങ്കിൽ നീ വേഗം കാര്യം പറ. ഏടാ, അത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ജിംബുവിന്റെ കാര്യമാണ്. ജിംബുവിന്റെയോ? അതെല്ലോ, ജിംബുവിന്റെ കാര്യം തന്നെയാണ്. അതിന് ജിംബുവിന് എന്ത് പറ്റി? അവൻ എവിടെയാണുള്ളത്? നീ അവനെ കണ്ടോ? കുറച്ച് സമയം മുന്നേ എനിക്ക് അവനെ കാണാൻ കൊതിയായി. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവൻ നമ്മുടെ അടുത്ത് വരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം കുറെ കാലമായില്ല ഞാൻ അവനെ വിളിച്ചിട്ട്. എന്നിട്ടോ അവൻ വന്നോ? വന്നു. പാവൻ ജിംബു, ഞാൻ വിളിക്കുന്നതും കാത്തു നിൽക്കുകയായിരുന്നു അവൻ. അവൻ ഇപ്പോൾ ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. ആ അപകടത്തിൽ നിന്നും അവനെ സഹായിക്കാൻ അവനിക്ക് നമ്മുടെ സഹായം വേണമായിരുന്നു. പക്ഷേ അവനിക്ക് നമ്മളെയും തേടി ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മാത്രമല്ലേ അവനിക്ക് വരാൻ പറ്റൂ. അതുകൊണ്ട് പാവം അവൻ ഞാൻ വിളിക്കുന്നതും കാത്തു നിൽക്കുകയായിരുന്നു. എടി പിങ്കി മോളെ, അവൻ എന്താണ് പറ്റിയത്? അത് നമ്മുടെ അരികിൽ നിന്നും അവൻ പോയതിനു ശേഷം അവനിക്ക് വേറൊരു യജമാനനെ കിട്ടി. ആ യജമാനൻ അവന്റെ കയ്യിൽ ഒരു വിലപ്പെട്ട നാഗമാണിക്യം സൂക്ഷിക്കാൻ കൊടുത്തു. അത് ഒരുപാട് ശക്തിയുള്ള ഒരു നാഗമാണിക്യമാണ്. പക്ഷേ ആ കല്ല് ജിംബുവിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി. ഇനി ആ നഷ്ടപ്പെട്ട കല്ല് തിരികെ എടുക്കണമെങ്കിൽ അതൊരു മനുഷ്യക്കുഞ്ഞിന് മാത്രമേ പറ്റൂ. അല്ലാതെ വേറെ ആരെങ്കിലും ആ കല്ല് സ്പർശിച്ചാൽ ആ കല്ലിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. പാവം ജിംബു, ആ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് അവൻ ആ കല്ലെടുക്കാൻ നമ്മളോട് സഹായിക്കുമോ എന്ന് ചോദിച്ചത്. അതെ, നമ്മൾ അവനെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. എന്തൊക്കെയാ ഇവിടെ പറയണത്? നമ്മൾ എങ്ങനെ അവനെ സഹായിക്കുകയാ? അവനില്ലാത്ത കഴിവൊന്നും നമുക്കില്ലല്ലോ. അത് ഞാനും അവനോട് ചോദിച്ചതാണ്. അവനിക്ക് പറ്റാത്തതൊന്നും നമുക്ക് പറ്റില്ലല്ലോ എന്ന്. പക്ഷെ ആ കല്ലെടുക്കാൻ അവന് പറ്റില്ല. അവനൊരു ഭൂതമല്ലേ. അവനൊരു ഭൂതമായതുകൊണ്ട് ആ കല്ലെങ്ങനെ അവനെ സ്പർശിച്ചാൽ അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകും. അത് നമ്മൾ ആരെങ്കിലും എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കണം. അതെവിടെയാ ഉള്ളതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല. പക്ഷെ അതെവിടെയാ ഉള്ളതെന്നൊക്കെ ജിംബു കണ്ടുപിടിച്ചിട്ടുണ്ട്. അവനറിയാം അതൊക്കെ. അവന്റെ കൂടെ നമ്മളും പോയിട്ട് ആ കല്ല് അവൻ എടുത്തു കൊടുത്താൽ മാത്രം മതി. നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും പുഴയിലുള്ള ഏതോ വെള്ളാരം കല്ല എടുത്തു കൊടുക്കേണ്ടതെന്ന്. ഇതേതോ മാന്ത്രിക കല്ലല്ലേ, അതിനൊക്കെ നമുക്ക് പറ്റുമോ? എടാ ഉസ്മാനെ, ജിംബു നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അതിനൊക്കെ അവൻ സഹായിക്കും. ആ കല്ല് ഈ നാട്ടിലത്തെ ഏതോ കിണറ്റിലാണുള്ളത്. ആ നാഗക്കല്ല് എടുത്തു കൊടുത്താൽ അവന്റെ പ്രശ്നം മുഴുവൻ തീരും. അല്ലാതെ പാവം അവൻ അവന്റെ യജമാനന്റെ അടുത്തേക്ക് തിരികെ പോകാൻ പറ്റില്ല. എടാ ഉസ്മാനെ, ആ കല്ലെടുക്കാൻ നിങ്ങൾ സഹായിക്കില്ലേ? ഞാൻ അവന് വാക്ക് കൊടുത്തതാണ്, നിങ്ങളും എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. പിങ്കി മോളെ, എനിക്കിതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. എനിക്കും പേടിയാവുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. ജിംബു ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഇനി നിങ്ങൾ ആരും സഹായിക്കാനില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് അവനെ സഹായിച്ചോളാം. കാരണം അവൻ എത്രയോ ആപത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചതാണ്. എന്തോരം സഹായങ്ങളൊക്കെ അവൻ നമുക്ക് വേണ്ടി ചെയ്തതാണ്. ഈ ഒരു ചെറിയ ഉപകാരമെങ്കിലും നമ്മൾ അവനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അത്. നീ പറയുന്നതൊക്കെ ശരിയാണ്, ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട്. പക്ഷേ ചെറിയൊരു പേടി. നിങ്ങളൊന്നും പേടിക്കണ്ടടാ, ഞാനല്ലേ പറയണത്. എടി, എങ്കിൽ നമുക്കും അവനെ ഒന്ന് സഹായിക്കാമല്ലേ? സഹായിക്കാം. നമ്മുടെ ജിംബുവിന് വേണ്ടിയിട്ടല്ലേ. നിങ്ങളും കൂടെ ഉണ്ടെന്നറിഞ്ഞാലേ അവനിക്കിപ്പോൾ സന്തോഷമാകും. പിങ്കി മോളെ, നമ്മൾ എങ്ങനെയാണ് ആ മാണിക്കക്കല്ലുള്ള സ്ഥലത്തേക്ക് പോവുക? ഏടാ, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ ജിംബു കൊണ്ടുപോയിക്കോളും നമ്മളെ. അവിടെ ചെന്നിട്ട് ആ കിണറ്റിൽ നിന്നും ആ നാഗമാണിക്യം അവന്റെ കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സഹായം അവൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മൾ ആ മാണിക്യം എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അവൻ അതെടുത്ത് അവന്റെ യജമാനന് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ പ്രശ്നം. സിമ്പിൾ. വർത്താനം കൊണ്ട് എന്തൊരു സിമ്പിൾ. എനിക്കിപ്പോഴേ ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. നീ ഒന്ന് പേടിക്കാതിരിക്കും, ഒക്കെ നടക്കും. എപ്പോഴാണ് നമ്മൾ മാണിക്യം എടുക്കാൻ പോകുന്നത്? നാളെ സൺഡേ അല്ലേ, നമുക്ക് നാളെ പോകാം. അതാവുമ്പോൾ സ്കൂൾ ഉണ്ടാവില്ലല്ലോ, വീട്ടിൽ ആർക്കും മനസ്സിലാവുകയുമില്ല. അവർ നമ്മൾ കളിക്കുകയാണെന്ന് വിചാരിച്ചോളും. പിന്നെ നിങ്ങൾ ഇതൊന്നും വീട്ടിലൊന്നും പറയണ്ട കേട്ടോ. ഇല്ലില്ല, ആരോടും പറയില്ല. ശരി, എങ്കിൽ നമുക്ക് നാളെ മാണിക്യം എടുക്കാൻ പോകാം.